അടുത്തത് 4.5 എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൻ്റെ മൊത്തം ഒരു ക്വിക്ക് സമ്മറി പറയാം, പിന്നെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്നിട്ട് EMA എന്താണെന്നുള്ള. EMA എന്ന് പറയുന്നത് ഇറ്റ് പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനാലിസിസ് ഓഫ് ദി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എൻവയൺമെൻറ്റ് കോസ്റ്റ് ഫോർ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ്. Second, it identifies and estimates the cost of environmental related activities and seeks to control these costs. The focus of EMA is not on financial cost alone, but it also considers the environmental cost or benefit of any decision made. അതാണ് EMA. അപ്പോൾ EMA കുറിച്ച് ഏത് ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ഈ ഇൻട്രോ ലൈൻ എഴുതി വയ്ക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ ഏരിയാസ് ഓഫ് അപ്ലിക്കേഷനാണ്. എവിടെയൊക്കെ EMA അപ്ലൈ ചെയ്യാം? പ്രൊഡക്റ്റ് പ്രൈസിങ്, ബഡ്ജറ്റിംഗ്, investment appraisal, calculating cost, savings of environmental projects. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ. രണ്ട് തരത്തിൽ എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ ഉണ്ട്, ഫിസിക്കൽ ഇൻഫർമേഷൻ ആൻഡ് മോണിറ്ററി ഇൻഫർമേഷൻ. അടുത്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ കോസ്റ്റ്. 4 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇവിടെ ജനറിക് ക്ലാസിഫിക്കേഷൻ. ജനറിക് ക്ലാസിഫിക്കേഷനിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ കോസ്റ്റ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കോസ്റ്റ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ വിതിൻ ദി ഓർഗനൈസേഷൻ, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ടു ദി സൊസൈറ്റി. അടുത്തത് പറഞ്ഞാൽ US EPA പ്രകാരം EMA എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്നിട്ട് കൺവെൻഷണൽ റിലേഷൻഷിപ്പ് ആർ പൊട്ടൻഷ്യലി ഹിഡൻ ആൻഡ് കണ്ടിൻജൻറ്റ് ടു ബ്രേക്കപ്പ്. അതായത് കൺവെൻഷണൽ കോസ്റ്റ്, റിലേഷൻഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് ഇമേജ് കോസ്റ്റ്. തേർഡ് പൊട്ടൻഷ്യലി ഹിഡൻ കോസ്റ്റ്. ഫോർത്ത് കണ്ടിൻജൻറ്റ് കോസ്റ്റ്. അതാണ് ആ കീ. CPCR, അതായത് കൺവെൻഷണൽ റിലേഷൻഷിപ്പ് ആർ പൊട്ടൻഷ്യലി ഹിഡൻ ആൻഡ് കണ്ടിൻജൻറ്റ് ടു ബ്രേക്കപ്പ്. അടുത്തതെന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഹെൻസൺ ആൻഡ് മെൻഡോസ. അപ്പോൾ ഈ ഹെൻസൺ ആൻഡ് മെൻഡോസയുടെ EMA ക്ലാസിഫിക്കേഷനാണ് മോസ്റ്റ് ഓഫ് ദ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഓഫ് EMA ഇതിന്മേൽ ബേസ്ഡ് വരണത്. അപ്പോൾ ഹെൻസൺ ആൻഡ് മെൻഡോസ ഇങ്ങനെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ പൈ മോഡലാണ്. അതായത് പ്രിവെൻഷൻ, അപ്രൈസൽ, ഇൻറ്റേർണൽ ഇൻസ്പെക്ഷൻ, എക്സ്റ്റേണൽ. അപ്പോൾ ഇവിടെ നിന്ന് പറയുക പ്രിവെൻഷൻ എൻവയൺമെൻറ്റൽ കോസ്റ്റ്, അപ്രൈസൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്, ഇൻറ്റേർണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്, എക്സ്റ്റേണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ UN ഡിവിഷൻ പ്രകാരം കോസ്റ്റ് ഇൻക്ലൂഡ് ടു പ്രൊട്ടക്ട് ദി എൻവയൺമെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. അത് പിന്നെ അടുത്ത മോഡൽ ഭാഗം വരണമെന്നുണ്ട് ഫേസസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് EMA. ഫേസസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനിൽ ഫേസ് 1 എന്നുണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ കോസ്റ്റ്. സെക്കൻഡ് അലൊക്കേഷൻ ഓഫ് കോസ്റ്റ്. തേർഡ് കൺട്രോളിങ് ദീസ് കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ കുറച്ച് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. പിന്നെ അലൊക്കേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ 4 മേജർ അലൊക്കേഷൻ കീ ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് വോളിയൂം ഓഫ് എമിഷൻസ് ഓർ വേസ്റ്റ്. Second, toxicity of emission and waste related. Third, environmental impact added. The volume into input divided by number of units of volume of the emissions treated. Fourth, relative cost of treating different kinds of emissions. Okay. അടുത്ത കൺട്രോളിങ് കോസ്റ്റിൽ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. എന്തൊക്കെ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്? WWETC, അതായത് വേസ്റ്റ്, വാട്ടർ, എനർജി, ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ, കൺസ്യൂമബിൾസ് ആൻഡ് റോ മെറ്റീരിയൽസ്. പിന്നെ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അയാളുടെ റോൾ എന്താണ്? ഇൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എസ്റ്റിമേറ്റ്സ് ഒരു ആഡഡ് പ്രഷറാണ്. കാരണം മാനേജ്മെൻറ്റിന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ കൂടി EMA കൂടിയും റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വിടണം. അതൊരു പ്രശ്നമാണ്. ഇത്രയാണ് അപ്പോൾ സമ്മറി. ഇനി ഓരോന്നിനും ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതെന്താ? ദ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എൻവയൺമെൻറ്റൽ കോസ്റ്റ് ഫോർ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ്. Second, it identifies and estimates the cost of environmental related activities and control these costs. But the focus of EMA is not only on financial cost alone, but also on environment cost or benefit of any decision made. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് പ്രൈസിങ്. എങ്ങനെയാണ് പ്രൊഡക്റ്റ് പ്രൈസിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പോൾ ABC കോസ്റ്റിംഗ് വെച്ചിട്ട് ഫുള്ള് ഫിക്സഡ് കോസ്റ്റിന് ബ്രേക്ക് ചെയ്യണം. അതിൽ എൻവയൺമെൻറ്റ് കോസ്റ്റും ഉണ്ടാവും. മറ്റ് കോസ്റ്റ് ഡ്രൈവർ വെച്ചിട്ട്
കോസ്റ്റ് ഡ്രൈവർ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് അലൊക്കേറ്റ് ചെയ്യാനും എൻവയൺമെൻറ്റൽ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ അലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് പ്രൈസിങ് കിട്ടും പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് പ്രൈസിങ് വിത്ത് ഹെൽപ്പ് ഓഫ് ABC. സെക്കൻഡ്, ബഡ്ജറ്റിങ്ങിൽ സഹായിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സേവിങ് ഓഫ് എൻവയൺമെൻറ്റൽ പ്രൊജക്ട്സ് ഓർ സെറ്റിംഗ് ക്വാണ്ടിഫൈഡ് പെർഫോമൻസ് ടാർഗറ്റ്സ്. അതാണ് അപ്ലിക്കേഷൻ. അത് വെറുതെ ഉണ്ടാക്കി എഴുതിയാൽ മതി ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യും. പ്രൊഡക്റ്റ് പ്രൈസിങ്, ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സേവിങ്സ് ഓഫ് എൻവയൺമെൻറ്റൽ പ്രൊജക്ട്സ് എക്സെട്ര. അടുത്ത് ഈ കോസ്റ്റ് കളക്ഷൻ അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞില്ലേ, എന്തിനു റിലേറ്റഡ്? എൻവയൺമെൻറ്റൽ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഈ എൻവയൺമെൻറ്റൽ റിലേറ്റഡ് ഇൻഫർമേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2. ഫസ്റ്റ് നമ്മുടെ ഫിസിക്കൽ ഇൻഫർമേഷൻ. ഫിസിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് എനർജി, വാട്ടർ, മെറ്റീരിയൽ, വേസ്റ്റ് ആൻഡ് എമിഷൻസ്. അപ്പോൾ ഇൻക്ലൂഡ് ഫിസിക്കൽ ഫ്ലോ ഓഫ് എനർജി, മെറ്റീരിയൽ, വേസ്റ്റ്, വാട്ടർ ആൻഡ് എമിഷൻസ്. WWE അങ്ങനെ എഴുതാം. ഫിസിക്കൽ ഫ്ലോ ആണ് അവിടെ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ട്രേസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് മെറ്റീരിയൽ. എത്ര ഇൻപുട്ട് വന്നു, എത്ര ഔട്ട്പുട്ട് ഉണ്ടായി മെറ്റീരിയലിൽ നിന്ന്. ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻപുട്ട് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ജനറേറ്റഡ്. അപ്പോൾ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? വേസ്റ്റ്. സെക്കൻഡ് ടൈപ്പ് എന്നിട്ട് മോണിറ്ററി ഇൻഫർമേഷൻ. അപ്പോൾ എൻവയൺമെൻറ്റൽ ഇൻഫർമേഷനിൽ ഫസ്റ്റ് ഫിസിക്കൽ ഇൻഫർമേഷൻ, സെക്കൻഡ് മോണിറ്ററി ഇൻഫർമേഷൻ. മോണിറ്ററി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ എൻവയൺമെൻറ്റൽ കോസ്റ്റ് that are clearly driven by efforts to control these waste and emissions. ഓക്കെ, മോണിറ്ററി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? അതൊരു എൻവയൺമെൻറ്റൽ കോസ്റ്റാണ്. ക്ലിയർലി ഡ്രിവൺ ബൈ എഫേർട്സ് ടു കൺട്രോൾ. ഈ കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ, അതിനൊരു എക്സ്പെൻഡിച്ചർ വരും. അതിനെയാണ് എന്നിട്ട് പറയുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ. അതാണ് മോണിറ്ററി ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് ഈ എൻവയൺമെൻറ്റൽ കോസ്റ്റ് എന്നാണ് അടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് എൻവയൺമെൻറ്റൽ കോസ്റ്റ് എന്താണെന്നുള്ളത്. Environmental cost എന്ന് പറഞ്ഞാൽ these costs are connected with the actual or potential deterioration of natural assets due to economic activities. അതൊരു ജനറൽ ഡെഫിനേഷൻ പോലെ എഴുതി വെച്ചാൽ മതി. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ജനറിക് ക്ലാസിഫിക്കേഷനാണ്. ജനറിക് ക്ലാസിഫിക്കേഷനിൽ ഇങ്ങനെ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്, എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ഇൻറ്റേർണൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് ആൻഡ് ഹാവ് ഇമ്പാക്റ്റ് ഓൺ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് അടയ്ക്കുന്ന കോസ്റ്റ് പിന്നെ P&L കാണിക്കും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ CSR എക്സ്പെൻഡിച്ചർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ദാറ്റ് ഈസ് ബോൺ ബൈ ദ സൊസൈറ്റി. നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാക്കും, അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ബോൺ ചെയ്യുന്ന സൊസൈറ്റിയാണ് അതിൻ്റെത്. അപ്പോൾ ബോൺ ബൈ ദ സൊസൈറ്റി. പിന്നെ ഇൻറ്റേർണൽ environmental cost is inversely proportional to external environmental cost. അതായത് ഇത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറയും. അതായത് കമ്പനി കുറേ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു കൺട്രോൾ കോസ്റ്റ് ചെയ്യാനൊക്കെ, ടു കൺട്രോൾ ദീസ് കോസ്റ്റ്. അപ്പോൾ P&L ഇത് കൂടി, ഇൻറ്റേർണൽ കോസ്റ്റ്. അപ്പോൾ സൊസൈറ്റിക്ക് ഭാരം കുറഞ്ഞു, അപ്പോൾ എക്സ്റ്റേണൽ കുറഞ്ഞു. അതാണ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ജനറിക് ക്ലാസിഫിക്കേഷന് എക്സ്പ്ലനേഷൻ. ജനറിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബിസിനസ് ബൗണ്ടറി എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ബിസിനസ് ബൗണ്ടറിമേ ബേസ്ഡ് ആണത്. അതായത് കൃത്യം ബൗണ്ടറി, ഇത് സൊസൈറ്റി ബെയർ ചെയ്യും, ഇപ്പുറത്ത് ഞാൻ ബെയർ ചെയ്യും, അങ്ങനെ. അപ്പോൾ ഇൻറ്റേർണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പോക്കറ്റ് ആണ് ഇമ്പാക്ട് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസൽ കോസ്റ്റ് ഇൻകർ ടു ഇംപ്രൂവ് ദ സിസ്റ്റംസ് ആൻഡ് ടു checks to avoid violation. Third, regulatory cost including duties, taxes and cess. Fourth, ഇപ്പോൾ environmental cess, സ്വച്ഛ് ഭാരത് സെസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഫോർത്ത്, upfront and back end cost, പെർമിഷൻ ആൻഡ് ഡീകമ്മീഷനിങ് എക്സെട്ര. പെർമിറ്റ് ചെയ്യാനായിട്ട് ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കണം, പെർമിഷൻ വാങ്ങിച്ചു. അപ്പോൾ ഒരു ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീകമ്മീഷൻ ചെയ്യണം, ഡീകമ്മീഷനിങ്. അത് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബോൺ ബൈ ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ യൂസ് ഓഫ് വാട്ടർ ആൻഡ് എനർജി റിസോഴ്സസ്, emission of carbon and change in climate. Healthcare cost of a person affected by the environmental effect of business activity. ഇപ്പോൾ മൈനിങ്, ഒരു കമ്പനി മൈൻ ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ഓഫ് എ പേഴ്സൺ, അത് ഭയങ്കര എഫക്റ്റാണ്. അടുത്ത് സോയിൽ ഇറോഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. അതായത് സദ്ഗുരുവിൻ്റെ ഇത് ആലോചിക്കാം, സോയിൽ ഇറോഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ലെവൽ, ഗ്രെറ്റ തൺബർഗ്, ഇത് ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളത്.
പിന്നെ ഒരു ജനറൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആൻഡ് റെഗുലേറ്ററി ഏജൻസി ആർ വെൽ അവെയർ ഓഫ് ദി ഇമ്പാക്ട് ഓഫ് എക്സ്റ്റേണൽ കോസ്റ്റ്. അപ്പോൾ അവർ എന്നിട്ട് ഗവൺമെൻറ്റിന് അറിയാം എക്സ്റ്റേണൽ കോസ്റ്റ് കൂടി വരിക, അതായത് സൊസൈറ്റിയിൽ നിന്നുള്ള ഭാരം കൂടി വരിക, അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ ദേ പ്രൊമോട്ട് ഓർഗനൈസേഷൻ ടു എൻഹാൻസ് ദ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ദി ഇൻറ്റേർണൽ നിങ്ങൾ കോസ്റ്റ് കൂട്ടുക, അപ്പോൾ എക്സ്റ്റേണൽ കുറയും. ഫോർ എക്സാമ്പിൾ അത് ഏത് രൂപത്തിൽ അവർ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത്? ടാക്സ് ബെനിഫിറ്റ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്. പിന്നെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ BB 115 BBC income tax carbon credits, it is taxed at 10%. When converting external to internal cost, for example charging clean energy cess and insert provisional like CSR in legislation etc. That's general classification. അടുത്ത് based on USൻ്റെ EPA Environmental Protection Agency based classification. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്നിട്ട് CPCR, അതായത് കൺവെൻഷണൽ റിലേഷൻഷിപ്പ് ആർ പൊട്ടൻഷ്യലി ഹിഡൻ ആൻഡ് കണ്ടിൻജൻറ്റ് ടു ബ്രേക്കപ്പ്. എപ്പോൾ വേണമെങ്കിൽ ബ്രേക്കപ്പ് ആവാം. അപ്പോൾ കൺവെൻഷണൽ കോസ്റ്റ് അങ്ങനത്തെ കുറേ കോസ്റ്റ്. അപ്പോൾ കൺവെൻഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ദ കോസ്റ്റ് ഓഫ് യൂസിങ് റോ മെറ്റീരിയൽസ്, യൂട്ടിലിറ്റീസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആർ യൂഷ്വലി അഡ്രസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ബട്ട് ആർ നോട്ട് യൂഷ്വലി കൺസിഡേർഡ് എൻവയൺമെൻറ്റൽ കോസ്റ്റ്. അതായത് ഈ റോ മെറ്റീരിയൽസ് ഇതൊക്കെ നമ്മൾ കോസ്റ്റ് നമ്മൾ പർച്ചേസ് അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് മാത്രമേ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതിന് പക്ഷേ വേറെ കുറേ ആസ്പെക്റ്റ് ഉണ്ട്, എൻവയൺമെൻറ്റൽ ആസ്പെക്ട്സ്, അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയാണ് എന്നിട്ട് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ഈ എൻവയൺമെൻറ്റൽ കോസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അവർ ഡിക്രീസ്ഡ് യൂസ് ആൻഡ് ലെസ് വേസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, യൂട്ടിലിറ്റീസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആർ എൻവയൺമെൻറ്റലി പ്രിഫറബിൾ, റെഡ്യൂസിങ് ബോത്ത് എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ആൻഡ് കൺസംഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, ഇത് അപ്പോൾ ജനറലായിട്ട് എഴുതുക. കൺവെൻഷണൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. പക്ഷേ അതിന് എൻവയൺമെൻറ്റിൽ ഇതും കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഇതൊക്കെ കുറവ് യൂസ് ചെയ്യുമ്പോൾ പ്രിഫറബിളാണ്, കാരണം എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കുറയുന്നു. സെക്കൻഡ്, റിലേഷൻഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് ഇമേജിംഗ് കോസ്റ്റ്. Conventional relationship and corporate image cost. Some environmental costs are called less tangible or intangible because they are incurred to affect subjective, though measurable, perceptions of management, customers, employees, communities and regulators. വേറെ പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് പ്രിപ്പയറിങ് എൻവയൺമെൻറ്റൽ റിപ്പോർട്ട്സ്, അതായത് ആനുവൽ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ESG, എനർജി സേവിങ്സ് ഇനീഷ്യേറ്റീവ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണലാണെങ്കിൽ ESG റിപ്പോർട്ടിങ് അങ്ങനെ കുറേ ഉണ്ട്. സെക്കൻഡ്, അപ്പോൾ റിലേഷൻഷിപ്പ്, നമ്മുടെ ഇമേജ് മാറ്റാനുള്ള കോസ്റ്റ്. തേർഡ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലി ഹിഡൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദി കോസ്റ്റ് ദാറ്റ് മേ ബി ഒബ്സ്ക്യൂർഡ് ത്രൂ ട്രീറ്റ്മെൻറ്റ് ആസ് ഓവർ ഹെഡ് ഓർ R&D, അതായത് ഒളിഞ്ഞിരിക്കുകയാണ്, നമ്മൾ അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്തു R&D, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് ത്രൂ ഇംപ്രോപ്പർ അലൊക്കേഷൻ ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ സിംപ്ലി ഓവർലുക്ക്ഡ്. Simply means the cost which lose their identity in general overheads. അതാണ് പൊട്ടൻഷ്യലി ഹിഡൻ. എക്സാമ്പിൾ upfront environmental cost, back end environmental cost and regulatory including voluntary environment cost. അപ്പോൾ അത് പ്രോപ്പർലി അലൊക്കേറ്റ് ചെയ്യണം. അലൊക്കേറ്റ് ചെയ്യാൻ എന്നിട്ട് ഉപയോഗിക്കുക ABC. Fourth, contingent cost that may or may not be incurred at some point in the future. For example, penalty, fine, legal expenses, personal injury, damages, etc. And your example of the cost that need to clean the sea in the event of an oil spill by a shipping corporation. അത് ഉണ്ടാവാണ്ടിരിക്കാൻ. അപ്പോൾ അത്രയാണ് എന്ത് US EPA എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഹെൻസൺ ആൻഡ് മെൻഡോസ H&M ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഇൻറ്റേർണൽ ഫെയിലിയർ, എക്സ്റ്റേർണൽ ഫെയിലിയർ, എൻവയൺമെൻറ്റൽ കോസ്റ്റ്. അപ്പോൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻസ്. അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇൻ കണക്ഷൻ വിത്ത് കംപ്ലയൻസ് ഓഫ് കംപ്ലൈ ചെയ്യാൻ പ്രൈസ് ടു ദ സ്റ്റാൻഡേർഡ്സ്. ഇൻറ്റേർണൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ബിഫോർ ദീസ് മെറ്റീരിയൽസ് ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ എൻവയൺമെൻറ്റ്. എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഇൻ ടു എൻവയൺമെൻറ്റ്, അങ്ങനെ വരുന്ന കോസ്റ്റ്. ഈ എക്സ്റ്റേർണൽ ഫെയിലിയർ എന്ന് പറയുന്നത് എന്നിട്ട് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദ ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ സിമിലർ ടു എന്നിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ചാപ്റ്ററിലാണ് ലീൻ സിസ്റ്റത്തിൽ പലതരം കോസ്റ്റ് COQ വരണ സാധനം, അതിൻ്റെ സിമിലറാണിത്.
ഇനി അതിനെ എലോബറേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നിട്ട് പ്രിവെൻറ്റീവ് കോസ്റ്റ് ഉണ്ട്, പ്രിവെൻറ്റ് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റൽ പോളിസീസ്. ഫസ്റ്റ് പോളിസീസ് ഉണ്ടാക്കുന്നു. അങ്ങനത്തെ പോളിസീസിനെ അഡ്ഹർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോസ്റ്റ് ഇൻകർ ആവില്ല, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവില്ല. അപ്പോൾ ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി പോളിസീസ്. സെക്കൻഡ് ഈസ് സൈറ്റ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. ഓക്കെ, ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തും. അപ്പോൾ അതിൽ ആ സ്റ്റഡിയിൽ നമ്മൾ കുറേ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ഈ ബിൽഡിംഗ് പൊക്കി കെട്ടണത് വെള്ളപ്പൊക്കം വരും, അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ സ്റ്റഡി നടത്തി. അപ്പോൾ ഈ ബിൽഡിംഗ് നശിപ്പിച്ചോളണം. അപ്പോൾ അത് ആദ്യമേ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ട് നല്ല ഇതാണെങ്കിൽ അത് കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തേർഡ്, എൻവയോൺമെൻറ്റൽ ഡ്രിവൻ R&D. ഓക്കെ, നമ്മൾ R&D ചെയ്യുമ്പോൾ തന്നെ എൻവയോൺമെൻറ്റൽ ഒബ്ജക്റ്റീവ് ചെയ്യും. കാരണം മാനുഫാക്ചറിങ്ങിലൊക്കെ ആണെങ്കിൽ 80% കമ്മിറ്റഡ് കോസ്റ്റ് ഡ്യൂറിങ് R&D ഫേസ്. അത് ഒഴിവാക്കാനായിട്ട് അത് വരും. ഫോർത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഓക്കെ, എൻവയോൺമെൻറ്റലി നല്ല എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുക. ഫിഫ്ത്ത്, ബൈയിങ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്. ഇത് ഓർമ്മിക്കാനായിട്ട്, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർമ്മിക്കാനായിട്ട് പ്രിവെൻറ്റീവ് എൻവയോൺമെൻറ്റൽ കോസ്റ്റിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ പോളിസീസ്. സെക്കൻഡ്, നമ്മൾ സൈറ്റ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തും. തേർഡ്, എൻവയോൺമെൻറ്റലി ഡ്രിവൻ R&D നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ. ഫോർത്ത്, നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബൈ ചെയ്യും ബൈ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്. അതാണ് എന്നിട്ട് പ്രിവെൻറ്റീവ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൈസൽ കോസ്റ്റ്. അപ്രൈസൽ കോസ്റ്റിൽ എന്നിട്ട് അത് പ്രൊഡക്റ്റ്, നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ ആക്ടിവിറ്റീസ്. ഇത് PAB is in compliance with environmental EPL. ഇത് പ്രൊഡക്ട്സ്, പ്രോസസ്സ്, ആക്ടിവിറ്റീസ് are in compliance with environmental standards, policies and law. അപ്പോൾ അപ്രൈസൽ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്നിട്ട് മോണിറ്ററിങ്, ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അടുത്ത് എന്നിട്ട് ഇംപ്രൂവ്ഡ് ചെക്സ് ടു പ്രിവെൻറ്റ് ഫൈൻസ് ഓർ പെനാൽറ്റീസ്. അതായത് ഇംപ്രൂവ്ഡ് ചെക്സിന് ഒരു എക്സാമ്പിൾ എന്നിട്ട് കണ്ടാമിനേഷൻ ടെസ്റ്റ് നടത്തുക, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. കംപ്ലൈൻസ് ആണ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ കംപ്ലൈൻസ്. അടുത്ത് റെഗുലേറ്ററി കംപ്ലൈൻസസ്. ഫോർത്ത്, ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ്. അടുത്ത ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻകേർഡ് ഫ്രം ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബട്ട് നോട്ട് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ എൻവയോൺമെൻറ്റൽ, ദാറ്റ് ഈസ് ബിഫോർ ഡിസ്ചാർജ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. ഫോർ എക്സാമ്പിൾ റീസൈക്ലിംഗ് സ്ക്രാപ്പ്, ഡിസ്പോസിങ് ടോക്സിക് മെറ്റീരിയൽ, ഡീകമ്മീഷനിങ് കോസ്റ്റ്, എക്സെട്ര. എക്സ്റ്റേർണൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ആക്ടിവിറ്റീസ് പെർഫോംഡ് ആഫ്റ്റർ ഡിസ്ചാർജിങ് വേസ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് കുറേ വേസ്റ്റ് ജനറേറ്റ് ആയി പ്രൊഡക്ഷനിൽ, ആ വേസ്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കോസ്റ്റ് ആഫ്റ്റർ ഡിസ്ചാർജിങ് വേസ്റ്റ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. ദീസ് കോസ്റ്റ് ഹാവ് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദി ഓർഗനൈസേഷൻ, റെപ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ ക്ലീനിങ് അപ്പ് കണ്ടാമിനേറ്റഡ് സോയിൽ, land to natural state, restoring land to natural state. എല്ലാം കഴിഞ്ഞിട്ട് ലാൻഡ് റീസ്റ്റോർ ചെയ്തു ടു നാച്ചുറൽ സ്റ്റേറ്റ്. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ്. പിന്നെ ഹെൻസൺ ആൻഡ് മണ്ടോസ ഒരു കോമൺ ഒരു സ്പെഷ്യൽ പോയിന്റ് ഒന്നുമില്ല. ദേ അഡ്വക്കേറ്റഡ് ദാറ്റ് എ പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഷാൽ ബി പ്രിപ്പയർഡ്. അതാണ് ഇപ്പോൾ എല്ലാ റിപ്പോർട്ടിങ് ആനുവൽ റിപ്പോർട്ടിലൊക്കെ കൊണ്ടുവരാൻ നോക്കണം. ഷാൽ ബി പ്രിപ്പയർഡ് വെയറിൻ കോസ്റ്റ് അണ്ടർ ഈച്ച് കാറ്റഗറി മസ്റ്റ് ബി ഷോൺ as a percentage of either sales or operating cost for the purpose of comparison. either sales-ൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്ര ഇൻകർ ആയി എന്നുള്ളത്. Now some companies have started linking their environmental strategy to concrete performance measures. ഇതെങ്ങനെ മെഷർ ചെയ്യാം? യൂസിങ് BSc ബാലൻസ് സ്കോർ കാർഡ് ഫ്രെയിംവർക്ക്. ലിങ്കിങ് environmental strategy to concrete performance measures such as ബാലൻസ് സ്കോർ കാർഡ്. പിന്നെ ഫോർത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്, ദ കോസ്റ്റ് നമ്മുടെ UN ഡിവിഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എൻവയോൺമെൻറ്റിനെ, അതായത് പ്രിവെൻറ്റ് പൊല്യൂഷൻ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ഇത് ഫസ്റ്റ്. സെക്കൻഡ് കോസ്റ്റ് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, ലേബർ. ഓക്കെ. എക്സാമ്പിൾ ഇൻഎഫിഷ്യൻസീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സസ്. അതാണ് ക്ലാസിഫിക്കേഷൻ്റെ
അടുത്തതെന്ന് പറയുമ്പോൾ ഫേസസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എക്സ്പ്രസ്ഡ് ആൻഡ് ഹിഡൻ. സെക്കൻഡ് ഫേസ് അലൊക്കേഷൻ ഓഫ് കോസ്റ്റ്, അതിന് 4 മേജർ അലൊക്കേഷൻ കീസ് ഉണ്ട്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് കോസ്റ്റ്, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ഈ കോസ്റ്റ് എക്സ്പ്രസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഹിഡൻ ആയിരിക്കാം. എങ്ങനെ ഹിഡൻ? ചില ഓവർ ഹെഡ്സിലൊക്കെ പോയി ജനറൽ ഓവർ ഹെഡ്സിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ടെക്നിക്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, പിന്നെ എന്തുണ്ട് ABC ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ 2 കോസ്റ്റ് ഉണ്ട്, റിലേറ്റഡ് കോസ്റ്റ് പിന്നെ എൻവയൺമെൻറ്റലി ഡ്രിവൻ കോസ്റ്റ്. റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അലക്കേറ്റ് ഡയറക്ട്ലി ടു ദ ജോയിൻറ്റ് കോസ്റ്റ് സെൻറ്റർ. ഓക്കെ. എൻവയൺമെൻറ്റലി ഡ്രിവൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് അലക്കേറ്റ് ടു ജോയിൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ബട്ട് ഹിഡൻ ആസ് ജനറൽ ഓവർ ഹെഡ്സ്. അതിന് ABCയുടെ ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അലക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ മെറ്റീരിയൽ ഇൻഫ്ലോസ് ആൻഡ് ദെൻ ബാലൻസസ് ദീസ് ഇൻഫ്ലോസ് വിത്ത് എ ക്വാണ്ടം ഓഫ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് റെക്കോർഡ്സ്, എത്ര മെറ്റീരിയൽ ഇൻഫ്ലോ വരുന്നു, ബാലൻസ് വിത്ത് മെറ്റീരിയൽ ഔട്ട്ഫ്ലോ, റിലൈങ് ഓൺ ദ പ്രിൻസിപ്പിൾ. എന്താ പ്രിൻസിപ്പിൾ? വാട്ട് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രൊഡക്ഷൻ സിസ്റ്റം മസ്റ്റ് മൂവ് ഔട്ട്. എങ്ങനെ? ഐദർ ആസ് ആൻ ഔട്ട്പുട്ട് ഓർ ആസ് അൺപ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട്, അതായത് വേസ്റ്റ്. പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? വാട്ട് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രൊഡക്ഷൻ സിസ്റ്റം ഷുഡ് മൂവ് ഔട്ട് ഓഫ് ദ സിസ്റ്റം ഐദർ ആസ് എ പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് ആസ് വെൽ ആസ് അൺപ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട്. അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് വേസ്റ്റ്. എൻ്റെ ഒരു എക്സാമ്പിൾ ഒന്നുമില്ല. 100 kg ഓഫ് മെറ്റീരിയൽസ് ഹാസ് ബീൻ ബ്രോട്ട് ഇൻ, 80 kg ഓഫ് മെറ്റീരിയൽസ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ആക്ച്വൽ ഔട്ട്പുട്ട് 80, ബാക്കി 20 എന്തായിരിക്കണം? 20 ഷുഡ് അക്കൗണ്ട്, എങ്ങനെയെങ്കിലും അക്കൗണ്ട് ചെയ്യണം 20. അതെന്നിട്ടാണ് 20 എന്ന് പറയണത്? ഫസ്റ്റ് 20% 2 രീതിയിൽ വരാം. ആ 20%-ൻ്റെ 10% ഹാസ് ബീൻ സോൾഡ് ആസ് സ്ക്രാപ്പ് ആയിരിക്കാം. ബാക്കി 20യുടെ 90% എന്ന് പറയുമ്പോൾ 18 kilo of it is wasted. By accounting for outputs in this manner, both in terms of physical quantities and at the end of the process in monetary terms, business are forced to focus on environmental cost. അപ്പോൾ 80 ഗുഡ് ഔട്ട്പുട്ടായി. 20ൽ എന്നിട്ട് 20% എന്ന് പറയുമ്പോൾ, അല്ല ഇതിപ്പോൾ 10% എന്ന് പറയുമ്പോൾ 2ഉം ഇത് 90% എന്ന് പറയുമ്പോൾ 18ഉം. ഇപ്പോൾ എന്നിട്ട് 2 കിലോ സ്ക്രാപ്പായിട്ട് കിട്ടു, 18 വേസ്റ്റായിട്ട് പോയി. അങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്ന് പറയണത്. അടുത്ത് വന്നിട്ട് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട് പറഞ്ഞാൽ ഇൻപുട്ട് എത്ര വന്നു, ഔട്ട്പുട്ട് എത്ര ഫ്ലോ വന്നു. ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഗനൈസൽ കോസ്റ്റ് സ്ട്രക്ചർ ഈസ് ഓൾസോ കൺസിഡേർഡ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ ചാപ്റ്റർ 7 പെർഫോമൻസ് മെഷർമെൻറ്റിൽ പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഡിവിഷണൽ, ഡിപ്പാർട്ട്മെൻറ്റൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഓൾസോ കൺസിഡേർഡ്. Apart from material flows, material losses incurred at various stages of production are also recorded. Our cost per unit and value in total is also recorded. The material flows are divided into 3 categories: material, MSD, system, and delivery and disposal. അത് മെറ്റീരിയൽ ഫ്ലോ, മെറ്റീരിയൽ ഇങ്ങനെ ഒഴുകി നടക്കുക, അതാണ് മെറ്റീരിയൽ ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് 3 ഡിവൈഡ് ചെയ്തു: മെറ്റീരിയൽ, MSD, മെറ്റീരിയൽ, സിസ്റ്റം, ഡെലിവറി ആൻഡ് ഡിസ്പോസൽ. ഡെലിവറി ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഫ്ലോസ് ലീവിങ് ദ കമ്പനി. ഓക്കെ. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻഹൗസ് ഹാൻഡിലിംഗ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഫ്ലോസ് ഇൻകമ്മിങ് ഇൻ ടു ദ കമ്പനി. അപ്പോൾ ഇൻകമ്മിങ്, ഇൻഹൗസ്, പിന്നെ എന്നിട്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ കമ്പനി. ഇത് എന്നിട്ട് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അക്കൗണ്ട് ചെയ്യുക അറ്റ് ഓൾ സ്റ്റേജസ്, ഷോർട്ടാക്കി പറഞ്ഞു. തേർഡ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, അതായത് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആസ് എ ഫീച്ചർ ഓഫ് ഫുൾ കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ മാത്രമല്ല, ഫുൾ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ കോസ്റ്റ് ആൻഡ് റെവന്യൂസ് ഓഫ് എ പ്രോഡക്റ്റ് ഓവർ ഇറ്റ്സ് ഹോൾ ലൈഫ് rather than one accounting period. Okay. Hence, therefore, the full environmental cost associated with producing a product will be taken into account. Okay. Another, activity-based costing. Activity-based costing is a technique which basically deals with the allocation of cost pool to cost centers using cost drivers on the basis of consumption or benefit received. That is activities. Activity-based costing represent in the terms of environmental accounting in the രണ്ട് തരം cost. Environmental related cost, അതായത് these are directly attributed to a joint cost center. Example, waste filtration plant and sewage plant. രണ്ടാമത്തത് environmentally driven cost. These are hidden in general overheads
and do not allocate directly to a joint environmental cost center. Example, increased depreciation or high labor cost. അപ്പോൾ ഈ എൻവയൺമെൻ്റലി ഡ്രിവൺ കോസ്റ്റ് ആർ റിമൂവ്ഡ് ഫ്രം ജനറൽ ഓവർ ഹെഡ്സ് ആൻഡ് ട്രേസ് ടു പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അതിനെന്ത് ഉപയോഗിക്കും? കോസ്റ്റ് ഡ്രൈവേഴ്സ് ആർ ഡിറ്റർമൈൻ ഓൺ ദ ബേസിസ് ഓഫ് എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ്. അതിന് അത് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അലൊക്കേഷൻ കീ. അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് ഡ്രൈവർ? കോസ്റ്റ് ഡ്രൈവർ ബേസ്ഡ് ഓൺ വേരിയസ് ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലോ. അത് എന്തൊക്കെയാണ്? ദ 4 മേജർ അലൊക്കേഷൻ കീസ് അല്ലെങ്കിൽ മെഷർ ഓഫ് അലൊക്കേഷൻ ആർ വോളിയൂം ഓഫ് എമിഷൻസ് ഓർ വേസ്റ്റ്. ഓക്കെ, അതൊരു കോസ്റ്റ് ഡ്രൈവറായി. സെക്കൻഡ്, ടോക്സിസിറ്റി ഓഫ് എമിഷൻ ആൻഡ് വേസ്റ്റ് ട്രീറ്റഡ്. ഓക്കെ. സെക്കൻഡ്, എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് ആഡഡ്, അതായത് വോളിയം ഇൻറ്റു ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് വോളിയം of the emissions treated. Fourth, the relative cost of treating different kinds of emissions. Okay. അപ്പോൾ ABC activity based costing എന്നിട്ട് allocation of the cost pool to cost centers using cost drivers. അപ്പോൾ ABC in the context of environmental accounting രണ്ട് തന്നെ ഉണ്ട്: environmental related cost, environment driven cost. environment related cost നമ്മൾ ഡയറക്റ്റ്ലി അലൊക്കേറ്റ് ചെയ്യും ജോയിൻറ്റ് സെൻറ്ററിലേക്ക്. എൻവയൺമെൻ്റലി ഡ്രിവൺ കോസ്റ്റ് ആയ കാരണം കോസ്റ്റ് ഡ്രൈവർ ഉണ്ട് ഇവിടെ. ഡ്രൈവറെ കണ്ടുപിടിച്ചാൽ മതി. ഹിഡൻ ആണ് ജനറൽ ഓവർ ഹെഡ്സിന്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് വേരിയസ് ആക്ടിവിറ്റീസ് ആയിട്ട്. എന്നിട്ട് അതിനിപ്പോൾ അലൊക്കേഷൻ കീസാണ്. എക്സാമ്പിൾ, വോളിയം ഓഫ് എമിഷൻ, ടോക്സിസിറ്റി, എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് ആഡ്, റിലേറ്റീവ് കോസ്റ്റ് ഓഫ് ട്രീറ്റിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എമിഷൻ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റീസൺസ് ഫോർ മാനേജിങ് എൻവയൺമെൻ്റൽ കോസ്റ്റ്. വൈ മാനേജ്മെൻറ്റ് ഓഫ് എൻവയൺമെൻ്റൽ കോസ്റ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. കാരണം കാർബൺ ഫുട് പ്രിൻറ്റ് ഇത് പെർട്ടിക്കുലർ കേസ് സ്റ്റഡിയിലുള്ളതായിരിക്കും, അതിവിടെ പറയുന്നത് മാത്രം. അപ്പം മെഷേഴ്സ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. സെക്കൻഡ്, എൻവയൺമെൻ്റൽ കോസ്റ്റ് ആർ ബിക്കമിങ് വെരി ബിഗ്. അപ്പോൾ ഒരു കൺട്രോൾ വേണം. സോ ദേ നീഡ്സ് ടു ബി മാനേജ്ഡ്. പിന്നെ ഫോർ ഗെയിനിങ് അഡ്വാൻറ്റേജ് ഓവർ റൈവൽസ് ആൻഡ് ഫോർ ഇംപ്രൂവിങ് ദി ബ്രാൻഡ് ഇമേജ്. ഫോർത്ത്, ടു പ്രൊട്ടക്ട് ഓർഗനൈസേഷൻ ഫ്രം എൻവയൺമെൻ്റൽ റിസ്ക്. Non-compliance of regulation can expose the company to environmental risks such as fine, penalties, legal cost and damages. അതൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനും. അപ്പോൾ എന്തുകൊണ്ടാണ് മാനേജിങ് എൻവയൺമെൻ്റൽ കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വൈ മാനേജ്മെൻറ്റ് ഓഫ് എൻവയൺമെൻ്റൽ കോസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ റീസൺസ് ഫോർ മാനേജിങ് എൻവയൺമെൻ്റൽ കോസ്റ്റ്. കാർബൺ ഫുട് പ്രിൻറ്റ് എൻവയൺമെൻ്റൽ കോസ്റ്റ് ഈസ് ഗെറ്റിംഗ് ബിഗ് ഫോർ ഗെയിനിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ റൈവൽസ് ടു പ്രൊട്ടക്ട് ദി ഓർഗനൈസേഷൻ ഫ്രം എൻവയൺമെൻ്റൽ റിസ്ക്. അപ്പോൾ ഫേസ് 1 ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു. ഫേസ് 2 അലൊക്കേഷൻ. ഇനി അടുത്തത് നമ്മൾ പറയാം അത് തേർഡ് ഫേസ്. ഫേസ് 3 എന്ന് പറയുമ്പോൾ എന്താ? കൺട്രോളിങ് ദീസ് കോസ്റ്റ്. അതിൻ്റെ പ്രത്യേകത, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഷുഡ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് എൻവയൺമെൻ്റൽ ആസ്പെക്ട്സ്. അതായത് ഫോർ എക്സാമ്പിൾ WWETC, അതായത് വേസ്റ്റ്, വാട്ടർ, എനർജി, ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ, കൺസ്യൂമബിൾസ് ആൻഡ് റോ മെറ്റീരിയൽ. ഇൻഡിവിജ്വലി ഇതുമ്പോൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിനൊരു മാസ് ബാലൻസ് അപ്രോച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാസ് ബാലൻസ് അപ്രോച്ച്. ഇത് ബാലൻസ് ചെയ്യാം. ഇതൊരു ത്രാസാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് ഈ മാസ് ബാലൻസ് അപ്രോച്ച് ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ മാസ് ബാലൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൗ മച്ച് മെറ്റീരിയൽ ഈസ് വേസ്റ്റഡ് ഇൻ പ്രൊഡക്ഷൻ, അത് ഡിറ്റർമൈൻ ചെയ്യാം. അതെങ്ങനെയാണ്? in production whereby the weight of materials bought in is compared to the production yield. From this process potential cost savings may be identified. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് പൊട്ടൻഷ്യൽ കോസ്റ്റ് സേവിങ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മാസ് ബാലൻസ് അപ്രോച്ച്, സെക്കൻഡ് ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ലീൻ സിസ്റ്റം ടെക്നിക്സ് ചാപ്റ്റർ 1, 2, 3 കുറേ ടെക്നിക്ക് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ എൻവയൺമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി കോസ്റ്റ് മാത്രമല്ല, ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് മാത്രമല്ല, എന്നിട്ട് എൻവയൺമെൻ്റൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വേസ്റ്റ്, അതാണ് ഇവിടെ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ അത് ഇങ്ങനത്തെ കോസ്റ്റുകളാണ്. ഇൻ ടേംസ് ഓഫ് ലോസ്റ്റ് ലാൻഡ് റിസോഴ്സസ് ബിക്കോസ് വേസ്റ്റ് ഹാസ് ബീൻ ബറീഡ്, ദ ജനറേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ ഫോം ഓഫ് മീത്തേൻ. അടുത്ത് വന്നിട്ട് കോസ്റ്റ് ഓഫ് അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ഡിസ്പോസൽ, ടാക്സസ് ഫോർ ലാൻഡ് ഫിൽ, ഫൈൻസ് ഫോർ കംപ്ലയൻസ് ഫെയിലിയേഴ്സ് സച്ച് ആസ് പൊല്യൂഷൻ. ഇതൊക്കെ എന്താ? എൻവയൺമെൻ്റൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാസ് ബാലൻസ് അപ്രോച്ച് എടുക്കുക. മാസ് ബാലൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടാ? ഹൗ മച്ച് മെറ്റീരിയൽ ഈസ് വേസ്റ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ബോട്ട് ഇൻ ഈസ് കമ്പയർഡ് ടു പ്രൊഡക്ഷൻ yield.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുട്ട് ഗുണം? ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ കോസ്റ്റ് സേവിങ്സ് എവിടെയൊക്കെ നടത്താം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് എന്തുട്ട് ലീൻ സിസ്റ്റം ഉപയോഗിക്കുക ടെക്നിക്ക് ടു മാനേജ് വേസ്റ്റ്. പിന്നെ വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളുടെ എക്സാമ്പിൾ എഴുതാം. അതായത് കോസ്റ്റ് ഓഫ് അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ജനറേറ്റഡ്, അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ്, ലോസ്റ്റ് ഓഫ് ലാൻഡ് കാരണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കാരണം ലോസ്റ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്, ഡിസ്പോസൽ കോസ്റ്റ് എക്സെട്ര. അതാണ് വേസ്റ്റ്. സെക്കൻഡ് വാട്ടറിന് 2 കോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ബൈ ഇറ്റ്, ആദ്യം വാട്ടർ വാങ്ങിക്കും നമ്മൾ ഫാക്ടറി അങ്ങനത്തെ ഓരോ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട്. സെക്കൻഡ് ഈ ഉപയോഗിച്ച സാധനം ഡിസ്പോസ് ചെയ്ത് കളയണം, അതിൻ്റെ കോസ്റ്റ്. ഫസ്റ്റ് ബൈ ഇറ്റ്, സെക്കൻഡ് ടു ഡിസ്പോസ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്തുട്ടാ എക്സാമ്പിൾസ് ഓഫ് വേരിയസ് ടെക്നിക്സ് ടു റിഡ്യൂസ്, കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊരു ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ വെയർ വാട്ടർ ഈസ് യൂസ്ഡ്. സെക്കൻഡ് ഹൗ കൺസംഷൻ ക്യാൻ ബി ഡിക്രീസ്ഡ്. ഇപ്പോൾ വാട്ടർ കൺസർവേഷൻ, സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് വേണം. സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് അതിൽ എന്തൊക്കെയാണ്? ഒപ്റ്റിമൈസ് വാട്ടർ കൺസംഷൻ, മാക്സിമം റീയൂസ് ഓഫ് യൂസ്ഡ് വാട്ടർ. തേർഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അൾട്രാ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് അവെയർനെസ് ക്യാമ്പയിൻസ്. അത്രയാണ് എക്സാമ്പിൾസ് വാട്ടറിൻ്റെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുമ്പോൾ 2 കോസ്റ്റ് ഉണ്ട് അതിന്. ഒരെണ്ണം വാങ്ങിക്കാനും 2 ഡിസ്പോസ് ചെയ്യാനും. അപ്പം നമ്മൾ ഈ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുക? ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക വാട്ടർ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന്, ഫാക്ടറിയിൽ എവിടെയൊക്കെ. പിന്നെ സെക്കൻഡ് എങ്ങനെ കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളത്. തേർഡ് വാട്ടർ കൺസർവേഷൻ, ഇത് നമ്മുടെ പോളിസിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ ഉപയോഗിക്കുക. ഒപ്റ്റിമൈസ് വാട്ടർ കൺസംഷൻ, മാക്സിമം റീയൂസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അൾട്രാ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, അവെയർനെസ് ക്യാമ്പയിൻസ്. അത്രയേ ഉള്ളൂ. അടുത്തത് എനർജി എന്ന് പറയുമ്പോൾ എത്ര എനർജി ഉപയോഗിച്ചു എന്നതൊക്കെ ആദ്യം അറിയണം. അപ്പോൾ എല്ലാ ആസ്പെക്ട്സിലും അത് ആദ്യം എഴുതി വയ്ക്കുക. എങ്ങനെ ഇത് അറിയാം? പൊട്ടൻഷ്യൽ എവിടെയും ഈ പൊട്ടൻഷ്യൽ ഫോർ കോസ്റ്റ് സേവിങ്സ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിന് നമ്മളൊന്നല്ലെങ്കിൽ സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഏരിയാസ് എല്ലാത്തിലും എഴുതി വയ്ക്കണം, എല്ലാ ആസ്പെക്റ്റിലും ആദ്യം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എനർജി ആണെങ്കിൽ എവിടെ കോസ്റ്റ് സേവ് ചെയ്യാനുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കുക? എനർജി ഓഡിറ്റ്സ് വഴി. അപ്പോൾ ഫസ്റ്റ് എനർജി ഓഡിറ്റ്സ്, അതൊരു കോസ്റ്റ് കൺട്രോൾ ചെയ്തൊരു ടെക്നിക്കാണ്. സെക്കൻഡ് റീപ്ലേസ്മെൻറ്റ് വിത്ത് എൽ ഇ ഡി ആകുമ്പോൾ പവർ കൺസംഷൻ കുറയും. തേർഡ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്, അതെങ്ങനെയാണ്? ഇൻസ്റ്റലേഷൻ ഓഫ് കപ്പാസിറ്റർ ബാങ്ക്സ്, ഇൻസ്റ്റലേഷൻ ഓഫ് 5-star energy rated equipments. Third, prevent idle running of equipment, installation of solar lights, efficient energy monitoring system, capacity improvement for batteries. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ്. WWETC ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫാക്ടറിയിലേക്കും ആ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസിന് കുറേ വണ്ടികൾ ഉപയോഗിക്കും. ഈ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഫ്യൂവൽ കമ്പഷൻ എഞ്ചിൻ മാറ്റിയിട്ട് IC മാറ്റിയിട്ട് ഇവിടെ സോളാർ അല്ലെങ്കിൽ EV വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റൂട്ടീൻ ഒപ്റ്റിമൈസേഷൻ ആക്ടിവിറ്റി. സെക്കൻഡ് അലൊക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് നിയറസ്റ്റ് ഡീപ്പോസ്. റിയൽ ടൈം ഫ്ലീറ്റ് ട്രാക്കിംഗ് യൂസിങ് GPS. അപ്പോൾ വെഹിക്കിൾസ് ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം അസൈൻ ഷോർട്ടസ്റ്റ് റൂട്ട്. ഇതൊക്കെ ഒരു കേസ് സ്റ്റഡിയിലത്തെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സുകളാണ്, ഇതിവിടെ കോട്ട് ചെയ്തു മാത്രം. ഈ വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, EVയിൽ. അപ്പോൾ പക്ഷേ ഒരു പോയിൻ്റ് കൂടി എഴുതുക, ഇത് ഫ്യൂവർലി ഇത് ഈ എന്താ പറയുക ഫിനാൻഷ്യലി ഇത് മാത്രമല്ല വേറെ ആസ്പെക്റ്റ് ഒന്നും കൂടിയും കാണണം. ചിലപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, പക്ഷേ എന്താ ലോങ് റണ്ണിൽ അഡ്വാൻറ്റേജസ് ആയിരിക്കും. പിന്നെ നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും, ഗവൺമെൻറ് കുറേ ബെനിഫിറ്റ്സ് കിട്ടും, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. കോസ്റ്റ് മാത്രമല്ല, അതൊരു കോസ്റ്റല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കരുതാൻ എഴുതി വയ്ക്കാം. അടുത്ത് നിന്നിട്ട് കൺസ്യൂമേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ കണ്ട അവിടെയും നമ്മൾ ഫസ്റ്റ് മോണിറ്ററിങ് ഐഡൻറ്റിഫിക്കേഷൻ പൊട്ടൻഷ്യൽ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ. പിന്നെ എന്താ റീസൈക്ലബിൾ ടെക്നോളജി ഉപയോഗിക്കാം. എൻവയോൺമെൻറ്റൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിലേ ഇൻ കാർബൺ ഫുട് പ്രിൻറ്റ്. അത് അടുത്ത് നിന്നിട്ട് പീരിയോഡിക് ടെസ്റ്റിംഗ്. ഹെൽത്ത് ഓഫ് എക്യുപ്മെൻറ്റ് പൈപ്പ്ലൈൻസ് ടു ബെറ്റർ പ്രോസസ് റോ മെറ്റീരിയൽസ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് എന്നിട്ട് ദീസ് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് മാനേജ്മെൻറ്റ് ക്യാൻ റെഡ്യൂസ് സച്ച് കോസ്റ്റ്. എക്സാമ്പിൾ ടോണർ കാർട്രിഡ്ജസ് ഫോർ പ്രിൻറ്റേഴ്സ് കുഡ് ബി റീഫിൽഡ് റാദർ ദാൻ റീപ്ലേസ്ഡ്. അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
തേർഡ് ഫേസ് ആണ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഫേസ്. കൺട്രോൾ ഫേസിൽ നിന്നിട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇൻഡിവിജ്വലി എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ WWDC, വാട്ടർ, വേസ്റ്റ്, വാട്ടർ, എനർജി, ട്രാൻസ്പോർട്ട്, പിന്നെ റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമബിൾസ്. പിന്നെ ഓരോന്നിനും ഈ 5 പ്രത്യേകത. ഫസ്റ്റ് ലൈൻ എന്നിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഏരിയാസ് ഫോർ റിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ഇനി പലതരം മാർഗ്ഗങ്ങളുണ്ട്, അത് എഴുതി വയ്ക്കുക. പിന്നെ ഓരോന്നിൻ്റെയും ടെക്നിക്സ് എഴുതി വയ്ക്കുക കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് സിമിലർ ടു ABC. അതെന്താ, ഫിക്സ്ഡ് കോസ്റ്റ് ഇങ്ങനെ അലൊക്കേറ്റ് ചെയ്യും. കോസ്റ്റ് ഡ്രൈവർ മാറ്റി വോളിയം ഇല്ലാണ്ട് വേറെ കുറേ മാറ്റിയിട്ട് കറക്റ്റ് കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻവയൺമെൻറ്റൽ ഓവർ ഹെഡ് കോസ്റ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് അലൊക്കേറ്റഡ് ടു വേരിയസ് പ്രൊഡക്ട്സ്. ഇതുകൊണ്ട് ദ റിസൾട്ട്സ് ഓഫ് എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രൈസിങ് ഓഫ് ദ പ്രൊഡക്ട്സ്, re-evaluation of profits, phase out products which is not environmental friendly, and monitoring environmental performance. അതായത് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നിട്ട് നല്ല ഡിഫറെൻറ്റ് പ്രൈസിങ് കിട്ടും. റീഇവാലുവേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, ഏത് പ്രൊഡക്റ്റാണ് കൃത്യം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിക്കാം. ഫേസ് ഔട്ട് പ്രൊഡക്ട്സ് വിച്ച് ആർ നോട്ട് ഫീസിബിൾ, അല്ലെങ്കിൽ വിച്ച് ആർ നോട്ട് എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി അല്ലാത്തത് ഫേസ് ഔട്ട് ചെയ്യുക. മോണിറ്ററിങ് എൻവയൺമെൻറ്റൽ പെർഫോമൻസ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കുറയാണല്ലോ. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ സെക്കൻഡ്. തേർഡ്, ബ്രാൻഡ് ഇമേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയുമ്പോൾ. അതാണ് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടും, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് സേവിങ്സ്, പിന്നെ എന്നിട്ട് ബ്രാൻഡ് ഇമേജ് ഇമ്പ്രൂവ് ആവും. തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. ഇതിനൊരു നെഗറ്റീവ് എന്നിട്ട് EMA എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോസ്റ്റ് ഇൻകറാവും, കംപ്ലയൻസ് കോസ്റ്റ് കൂടും. പിന്നെ എന്നിട്ട് അഡീഷണൽ ബേർഡൻ ഓൺ ദ ടോപ്പ് മാനേജ്മെൻറ്റാണ്. കാരണം വേരിയസ് റിപ്പോർട്ട്സ് ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഡൈവേർഷൻ ഫ്രം കോർ ആക്ടിവിറ്റീസ്. അടുത്ത് കോസ്റ്റ് ഓഫ് ഫെയിലിയർ, സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ഇഫ് ദർ ഈസ് പുവർ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ്. അതായത് കോസ്റ്റ് ഓഫ് ക്ലീനപ്പ്, ഫൈൻസ്, പെനാൾട്ടീസ് ഒക്കെ കൊടുക്കണം. അതൊക്കെ എന്നിട്ട് കോസ്റ്റ് ഓഫ് ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ കൺക്ലൂഷൻ, ഫെയിലിയർ കോസ്റ്റിൽ ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേണൽ ആവാം, അത് നോക്കിയിട്ട് എഴുതണം. പിന്നെ എല്ലാത്തിനും കൂടിയിട്ട് ഒരു കൺക്ലൂഷൻ, ദ മേജർ ഡിഫിക്കൽട്ടി അസോസിയേറ്റഡ് വിത്ത് EMA ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അലൊക്കേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ കോസ്റ്റ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അലൊക്കേറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്യൂ ടു വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ക്യാൻ ഡിസ്റ്റോർട്ട് ആൻഡ് മിസ്റെപ്രസെൻറ്റ് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. അതുകൊണ്ട് നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാം, leading to decisions that are not sustainable and causing harm to both the business and environment. അതായത് ഡിസിഷൻസ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് നീഡ് ടു ബി മാനേജ്ഡ് ബിഫോർ ദേ ആർ റിപ്പോർട്ടഡ്. മാനേജ് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണേക്കാളും മുമ്പ്. ആൻഡ് ദിസ് റിക്വയർസ് ചേഞ്ചസ് ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ്. നമ്മുടെ കറണ്ട് ഇപ്പോൾ എന്നിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിൽ നിന്ന് മാറ്റിയിട്ട് എൻവയൺമെൻറ്റൽ ഇതിലേക്ക് കൊണ്ടുവരണം, എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്. അതാണ് പറയണത് എന്തുട്ടാ, ദിസ് റിക്വയർ ചേഞ്ചസ് ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ബിക്കോസ് പുവർ എൻവയൺമെൻറ്റൽ ബിഹേവിയർ മേ ഹാവ് എ റിയൽ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഫിനാൻസസ്. ഇത്രയേ ഉള്ളൂ.